ഇപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടൊന്നും ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനിക്കടവ് പോവാണ്. ഇപ്പം വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് പറശ്ശിനിക്കടവ് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോഴിക്കോടേക്ക് പോവാണ്. ഞങ്ങൾ കൂടെ അമ്മയും ഉണ്ട്, പിന്നെ ബാക്കി എല്ലാവരും അടുത്തൊരു വണ്ടിയിൽ വരുന്നുണ്ട്. എല്ലാവരും കൂടി ഈ വണ്ടിയിൽ കൊള്ളത്തില്ല, അപ്പം വേറെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പറശ്ശിനിക്കടവിലേക്ക് പോയിട്ട് അവിടെ എത്തിച്ച് കാണാം. നമ്മുടെ കൂടെയുള്ള ഇതാ ഇന്നോവയിൽ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഒടുവള്ളിത്തട്ട്. ശരിക്കും ഒരു എന്താ പറയുക, വളവാണ് ഫുള്ള്. ഒരു ഹെയർ പിന്നൊക്കെ പോലെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെയാണ് കേട്ടോ ഒരു മിനി ചുരം എന്ന് വേണമെങ്കിൽ, ഞങ്ങളെ നാട്ടിൽ മിനി ചുരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ വ്യൂ പോയിൻ്റ് പോലെ ആയിട്ടുണ്ട്. പണ്ടൊന്നും ആൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇപ്പം ആൾക്കാർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ പാലക്കയം തട്ട്, കാപ്പിമല, പിന്നെ എൻ്റെ നാടിൻ്റെ ആലക്കോടിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി. അത്യാവശ്യം വലിയ ബ്ലോക്കൊന്നും പെടാതെയാണ് കേട്ടോ ഞങ്ങൾ എത്തി. ഞായറാഴ്ച ആയിരിക്കും ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പറശ്ശിനിക്കടവിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. പറശ്ശിനിക്കടവ് മറ്റുള്ള അമ്പലങ്ങളെ പോലെയല്ല, ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ പറശ്ശിനിക്കടവ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഉത്സവം പോലെ തന്നെയാണ്. എവിടെ നോക്കിയാലും കടകളും കാര്യങ്ങളും ആളും ബഹളവും ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ പറശ്ശിനിക്കടവ്. അത് എല്ലാവർക്കും ഒരുപോലെ വരാനും പറ്റുന്ന, വന്നു കഴിഞ്ഞാൽ വിശന്ന് പോകില്ല എന്ന് പറയാം. കണ്ണൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും വിശന്ന് പോകില്ല എന്ന് പറയുന്നതാണ് മെയിനായിട്ട് ഇവിടുത്തെ കാര്യം. കാരണം ഇവിടെ എപ്പം വന്നാലും ഭക്ഷണം ഉണ്ടാവും. രാവിലെയോ രാത്രിയിലോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചായയും പയറും നമുക്ക് പ്രസാദമായിട്ടിടും. അതൊരു പ്രസാദമല്ല, അതിനുപരി ഒരു വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം ഏത് ജാതിക്കാരായാലും മതക്കാരാണെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ പറശ്ശിനിക്കടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ ചോറുണ്ടാവും, രാത്രിയിലും ഭക്ഷണമുണ്ട്. അങ്ങനെ ഒരാൾ വയറ് വിശന്ന് വന്നാൽ ഇവിടുന്ന് വയറ് നിറച്ചിട്ടേ പോകാറുള്ളൂ. വിശന്ന് പോകുന്നല്ല, വയറ് നിറച്ചിട്ടേ പോകാറുള്ളൂ. അത്രയും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറശ്ശിനിക്കടവ് വരാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണൂർ ആണെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും വരലൊന്നുമില്ല. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയാം. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ കുറേ പേര്, ഞാനിപ്പോൾ കോഴിക്കോട് വന്നതിന് ശേഷം ഇവർ മുടങ്ങാതെ പോകുന്ന ഒരു അമ്പലമായിരുന്നു പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അത്ര വില കൊടുത്തില്ലെങ്കിലും പുറമേക്കാർക്ക് ഈ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നായകൾക്കൊക്കെ കയറാട്ടോ. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ കുറേ അധികം നായകളെ ഒക്കെ കാണാം. അവരാരെയും കടിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തുമില്ല. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ പർച്ചേസിങ്ങിലേക്ക് ഇറങ്ങിയിട്ടോ. എങ്ങനെയാ റെഡി? എനിക്ക് കൂടെ തരാമോ? കൊടുക്ക് നീനാക്കി കൊടുക്ക്. ഇതെന്താ എള്ളുണ്ടാ മറിഞ്ഞത് തിന്നൊന്നും വേണ്ട. 1000 രൂപ വാങ്ങിച്ചോ? അത് വാങ്ങിക്കോ. ഒന്നുകൂടെ വാങ്ങിച്ചോ, വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തോ. വേണ്ട, അങ്ങോട്ടേക്ക് വാങ്ങിക്കണം. പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. അപ്പൊ രണ്ടുപേരെ കാണുന്നില്ല, രണ്ടുപേരെ കാണുവാനില്ല. ലല്ലു ആശയോടെ പോയി അവരെ കാണുന്നില്ല ഗൈസ്. നമ്മൾ പോവാണ്. അങ്ങനെ ഇനി യാത്രയെ പണ്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ് ഞങ്ങൾ. ശരിക്കും പോകാനൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന്.
നാളെ നമുക്ക് പെണ്ണാമ്പലൊക്കെ പോയിട്ട് നമുക്ക് ഇനി അടുത്ത പതിന് കാണാം. ഇവിടെ ഇത്ര നേരം റെക്കോർഡ് ആക്കാൻ വെച്ചീന് ഫോട്ടോ എല്ലാവരും കോഴിക്കോട് വരണം. ഇവരെ കൂടെ. അതെ എല്ലാരും വരണം, നീയും വരണം. എല്ലാരോടും വൈകിട്ടപ്പ് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ ബൈ. ബൈ ബൈ.